ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭർത്താവിന് ഭാര്യയോട് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒരുപക്ഷെ സ്നേഹിച്ച് ജീവിക്കുന്ന ദമ്പതികളുമുണ്ട്. സ്നേഹമാണെങ്കിൽ പോലും ചെറിയ ചെറിയ കലഹങ്ങളിലൂടെ പോകുന്ന ദമ്പതികളുമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്നേഹവും കുറച്ച് അടിപിടിയുമൊക്കെയായി കഴിയുന്ന ദമ്പതികളുമുണ്ട്. ഇവിടെ സ്നേഹിച്ച് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്ന ദമ്പതികളാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ കുറച്ചു വഴക്ക്, അത് കഴിഞ്ഞതിനു ശേഷം പിണക്കം മാറി അതിനുപരി സ്നേഹം, അങ്ങനെ കൊണ്ട് നടക്കുന്നവരാണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് ചേരാത്ത ആളാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിലും എനിക്ക് കമന്റ് ചെയ്യണേ പ്ലീസ്. ഭർത്താവിന് ഭാര്യയോട് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. കാണുമ്പോഴൊക്കെ പരാതിയും പരിഭവവും പറയുന്നത് ഒരു ഭർത്താവിനും ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആളുകൾ അത് കേൾക്കും, ചില ആളുകൾ അത് കേൾക്കണമെന്നില്ല. അതുപോലെ തന്നെ ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അതിലും ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇത് നമ്മുടെ കൂടെ കഴിയുന്ന, അതായത് നമ്മളെ സ്നേഹിച്ച് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ പേരും അങ്ങനെ ആകണമെന്നില്ല. മറ്റുള്ളവരുമായി ഭർത്താവിനെ താരതമ്യം ചെയ്യുന്നത്, അതായത് മറ്റേയാളിനെ നോക്കൂ, അങ്ങനെ ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് ഉള്ളിലൊരു ദേഷ്യം തോന്നാം നമ്മളോട്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കി നമ്മൾ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഭർത്താവിനെ വില കുറച്ച് കാണുന്നത്, നമ്മുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും സൗഹൃദങ്ങളും അല്ലെങ്കിൽ സ്നേഹവും എല്ലാം എന്ത് ചെയ്യുക, നമ്മുടെ ദാമ്പത്യ ജീവിതം നമ്മളെ ഒരു മുറിക്കുള്ളിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാനോ പാടില്ല, മറ്റുള്ളവരുടെ പറയാനും പാടില്ല. അത് നല്ല ശീലമല്ല. ഇനിയിപ്പോൾ അങ്ങനെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്ന ഭാര്യമാർ ഭർത്താവിന് വെറുപ്പുണ്ടാക്കുന്ന, കുറച്ചുകൂടി അവർക്ക് വെറുപ്പ് തോന്നുന്ന ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പരാതിയും പരിഭവവും പറയുന്ന നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്നേഹത്തോടു കൂടി പെരുമാറുക. സ്നേഹിച്ച് സ്നേഹത്തോടു കൂടി സംസാരിക്കുക, അല്ലെങ്കിൽ ഇടപഴകുക, അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. എങ്കിൽ അവർ തന്നെ ചിന്തിക്കും, എന്ത് പറ്റി എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയെല്ലാം പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. അവർക്ക് തന്നെ അവരിലൂടെ അല്ലെങ്കിൽ നമ്മളിലൂടെ, നമ്മൾ കാണിക്കുന്ന സ്വഭാവ മാറ്റങ്ങളിലൂടെ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.